ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും കൂടി ഇരുന്ന് പൂമാലയൊക്കെ കിട്ടുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ദേ ബാക്കി പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഒന്ന് ഓണറോട് പറഞ്ഞേക്കാൻ. ഉടനെ രവി പറയുന്നുണ്ട്, ദേ പറഞ്ഞത് കേട്ടല്ലോ എന്ന്. ഉടനെ സച്ചിയുടെ വർത്തമാനം കേട്ടുകൊണ്ട് രേവതി എന്നെ പറയും, അച്ഛാ ആ പൂവെല്ലാം കൂടെ എടുത്ത് അകത്തേക്ക് വെച്ചേക്കാൻ പറയാൻ. നീയും കേട്ടല്ലോ മറുപടി, അതുകൊണ്ട് പൂവെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കാൻ പറയും. അപ്പോൾ രേവതി സച്ചിയായിട്ടുള്ള ഈ വർത്തമാനം കേൾക്കുമ്പോഴത്തേന് എല്ലാവർക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേന് സച്ചി ഈ പൂവെല്ലാം കൂടെ എടുത്ത് അകത്തോട്ട് വെക്കാനായിട്ട് നോക്കുമ്പോഴാണ് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ സുധിയെ നോക്കിയിട്ട് പറയും, എടാ നീ ഇവിടെ വന്നേ, അതൊന്നും എടുത്ത് വെക്കാൻ, അകത്തോട്ട് എടുത്ത് വെക്കാമെന്ന് പറയും. ഞാനൊന്നും വരത്തില്ല, എനിക്ക് എത്ര ഡിഗ്രി ഉള്ളതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കും. 7 ഡിഗ്രി ഉണ്ടെന്ന് പറയും. നിനക്ക് 7 ഡിഗ്രിയല്ലേ ഉള്ളൂ, അല്ലാതെ ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. എന്നാലും ഞാൻ വരത്തില്ല എന്ന് പറയും. നീ ഇവിടെ ചെല്ലടാ എന്നുടനെ അച്ഛൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേനും ശ്രുതി ഉടനെ ശ്രുതിയുടെ കയ്യെ പിടിച്ച് താത്ത് വെക്കുന്നുണ്ട്. എന്നെ പറയും, വേണ്ട ശ്രുതി ഇവിടെ ഇരുന്നാൽ മതി, ശ്രുതി ഒന്നും എടുക്കാൻ പോകണ്ടെന്ന്. അതൊന്നും പറ്റത്തില്ല, നീ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സച്ചിയും രവിയും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി ഉടനെ എഴുന്നേറ്റിങ്ങി വരും. അന്നേരത്തേന് ആ കൂട്ടത്തിൽ തന്നെ രേവതി ഇറങ്ങി ചെന്നിട്ട് പറയും, നിങ്ങൾക്ക് ഇത് ഇവിടെ വരെ കൊണ്ടുവരാമെങ്കിൽ പിന്നെ അടുത്ത് അകത്തോട്ട് വെച്ചാൽ എന്നാ കുഴപ്പമെന്ന് ചോദിക്കും. നീ എന്തിനാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നത്? നീ പോയിരുന്ന് പൂമാല കെട്ടുക, എന്നാലല്ലേ നാളെ രാവിലത്തേക്ക് പൂമാലയൊക്കെ റെഡി ആകത്തുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചോളാം എന്ന് പറയും. അപ്പോൾ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് പൂ എടുക്കാനായിട്ട്. ഉടനെ കൈക്കകത്ത് വാരി കുറച്ച് പൂ എടുത്ത് അകത്തോട്ട് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ സച്ചി പറയും, കൈക്കകത്ത് വാരുന്നു, അവിടെ വെക്കടാന്ന് പറയും. എന്നിട്ട് ആ പെട്ടിയോടെ എടുത്ത് കയ്യിലോട്ട് കൊടുക്കും. എടാ ഞാനിതൊന്നും എടുക്കുകയല്ല, എനിക്ക് എടുക്കാനൊന്നും ശീലമില്ലെന്ന് പറയും. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം, നീ അങ്ങ് വെച്ചാൽ മതി എന്ന് പറഞ്ഞ ഉടനെ 2 കൊട്ട എടുത്ത് കയ്യിലോട്ട് അങ്ങ് കൊടുക്കും. അന്നേരം സച്ചിയുടെ അത്രം കൊടുക്കുന്ന കഴിയുമ്പം ശ്രുതി അങ്ങ് താഴെ വീഴാൻ തുടങ്ങുന്നുണ്ട്. ശ്രുതി ബാലൻസ് ഇല്ലാതെ അകത്തോട്ട് പോകുമ്പോൾ പറയും, എടാ എനിക്ക് വേർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് നിനക്ക് അറിയത്തില്ലേ, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് ചെല്ലുന്ന ഉടനെ അച്ഛൻ താത്ത് വെക്കാൻ പറയുന്നുണ്ട്. അച്ഛൻ അതെല്ലാം എടുത്ത് താത്ത് വെച്ചിട്ട് എല്ലാം കുടഞ്ഞൊക്കെ ഇടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർഷയുടെ ഡബ്ബിങ് സ്റ്റുഡിയോ ആണ്. ഡബ് ചെയ്ത് കഴിയുമ്പോഴത്തേന് വർഷ പറയുന്നുണ്ട്, സാറിന് ഞാൻ ഇനിയും കുറച്ച് നേരം കഴിഞ്ഞ് ഡബ് ചെയ്താൽ പോരെ, എനിക്ക് വിശക്കുന്നെന്ന്. അതിനെന്താ, വർഷയ്ക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്, പോയി കഴിച്ചോളാൻ പറയും. ഫുഡൊന്നും ഞാൻ ഓർഡർ ചെയ്തില്ല സാറെന്ന് പറയും. എന്തായാലും ഫുഡ് വന്നിട്ടുണ്ട്, കഴിക്കാൻ പറയും. വർഷ ഇറങ്ങി വരുമ്പോഴത്തേന് ശ്രീകാന്ത് ഫുഡൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അയ്യോ ശ്രീകാന്ത് നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്നാ പറയും, എനിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നി, അപ്പം ഞാനിങ്ങനെ ഓടിപ്പോകുമെന്ന് പറയും. അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ എന്ന് ചോദിക്കും. എനിക്കങ്ങനെ തോന്നി അങ്ങനെ വന്നു എന്ന് പറയും. എന്നാൽ പിന്നെ ചുമ്മാ വന്നാൽ പോരാന്നോ, പിന്നെ എന്താ ഫുഡ് കൊണ്ടുവന്ന് ചോദിക്കും. അത് പിന്നെ എന്തായാലും നീ ഫുഡ് കഴിക്കാൻ പോകണമല്ലോ, അപ്പം പിന്നെ ഞാനിങ്ങനെ കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് പറയും. പിന്നെ നമ്മളെപ്പോഴും ഇപ്പം വഴക്കും പിണക്കും ഒക്കെ ആണല്ലോ, അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഞാനിങ്ങനെ വന്നത്. അമ്മയ്ക്കാണെങ്കിൽ സംശയം തോന്നിയെന്ന് പറയും. അത് ശരിയാ, ശ്രീകാന്തിൻ്റെ അമ്മ എന്നോടും ചോദിച്ചായിരുന്നു. അപ്പം ഇനിയിപ്പം നമ്മളങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട, വഴക്കുണ്ടാക്കിയൊക്കെ എനിക്ക് ബോറടിച്ച് അതിനൊരു ഗ്യാപ്പ് കൊടുക്കാമല്ലേ എന്നൊക്കെ പറയും. അത് ശരിയാ എന്ന് ഉടനെ ശ്രീകാന്ത് പറയും. എല്ലാ കാര്യത്തിനും കാരണം ശ്രീകാന്താന്ന് പറയുന്നുണ്ട്. എന്നാ പറയും, ഇനി അടുത്ത് അത് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നീ ഫുഡ് കഴിക്കുന്നു പറഞ്ഞ് ഫുഡൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ ആ ഫുഡ് കഴിക്കുമ്പോഴത്തേന് ശ്രീകാന്തിനോട് വർഷ പറയുന്നുണ്ട്, നീ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, അതുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിയൊക്കെ കൊടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുകയാണ്. എൻ്റെ മനസ്സിലെ വഴക്കെല്ലാം രാവിലെ തന്നെ പോയായിരുന്നു. നീ എനിക്ക് രാവിലെ തന്ന ആ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയും. ഞാൻ രാവിലെ എന്ത് ഗിഫ്റ്റാണ് തന്നെന്ന് ചോദിക്കും. എന്നിട്ട് ഉടനെ വർഷം ഓർക്കുന്നുണ്ട്, ഞാൻ കിസ് ചെയ്തതാണോ, അതിനെന്താ, അത് ശ്രീകാന്തിൻ്റെ വൈഫല്ലേ കിസ് ചെയ്തത്, അതിനിപ്പോൾ ഇത്ര പറയാനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അല്ല, വഴക്കും പിണക്കും ഒക്കെ കഴിഞ്ഞാൽ ഇതുപോലൊരു കിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകുമെന്നൊക്കെ ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്നും വഴക്കുണ്ടാക്കിയിട്ട് ഓരോ കിസ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളൂല്ലോ എന്നൊക്കെ പറഞ്ഞ് വർഷം അങ്ങ് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇനി നമ്മൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളുടെ ഇടയിൽ മാത്രം അത് അറിയാവുള്ളൂ, മറ്റുള്ളവരെ കേൾപ്പിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ ശ്രീകാന്ത് എന്നൊക്കെ പറയും. അത് ശരിയാണ്, നമ്മളിനി ആരുടെ മുമ്പിൽ വെച്ച് വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ലെന്നൊക്കെ ശ്രീകാന്തും പറയും. എല്ലാവരും ഹാളിൽ നിന്ന് പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് ചന്ദ്രമതിയും ശ്രുതിയൊക്കെ വന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നേ ഇല്ല ഇവരിങ്ങനെ പൂ കെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. എന്നാൽ അച്ഛനായ രവിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രവി ഇവരോടൊക്കെ തമാശയൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കെട്ടുന്നതൊക്കെ നോക്കിയിരിക്കുന്നത്. എന്നിട്ട് എന്നാൽ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇപ്പം 58 പൂമാലയായല്ലേ എന്ന്. എടാ നീ എന്നെ ഈ പറയുന്ന 60 പൂമാലയായെന്ന് പറയും.
എന്തായാലും രാവിലത്തേക്കെല്ലാം കൊണ്ടുവന്ന് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിന് കൊടുക്കാനുള്ള ഓർഡറല്ലേ കിട്ടിയിരിക്കുന്നതൊക്കെ. അന്നേരത്തേന് ഉടനെ സച്ചി പറയും, ശരിയാ, ഞാൻ ഈ ഹെലികോപ്റ്ററിന് ഇനിയിപ്പം വിദേശത്തേക്കൊക്കെ അയക്കാൻ തുടങ്ങുക, അങ്ങനെയാണെങ്കിൽ കാനഡയ്ക്കൊക്കെ അയക്കുമെന്ന്. ഉടനെ ശ്രുതി പറയും, നീ എന്തിനീ കാനഡയൊക്കെ പറയുന്നു? അതെ, ഇനിയിപ്പം എന്തായാലും നിനക്കങ്ങോട്ട് പോകാൻ വണ്ടിക്കൂലിയൊന്നും ഇല്ലാതിരിക്കുകയില്ലായിരുന്നോ, ഞാനിപ്പോൾ ഈ പാഴ്സൽ അയക്കുന്ന കൂട്ടത്തിൽ നിന്നെ അതിനകത്ത് കയറ്റി വിട്ടേക്കാമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അതൊന്നും കേൾക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രമതിക്ക്. ആ സമയത്താണ് ചന്ദ്രമതിയുടെ കൂട്ടുകാരി ഫാമ അങ്ങോട്ട് കയറി വരുന്നത്. അന്നേരം ഫാമയ്ക്ക് അങ്ങ് അത്ഭുതമാകും. ഹാളി വന്ന് കയറുമ്പോൾ എന്തോരം പോവാ, ഇതെന്താ ഇവിടെ ചന്ദ്രമേ, നീ എന്നെ ഇതൊക്കെ വിളിച്ച് പറയാഞ്ഞെന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് ഉടനെ രവി പറയുന്നുണ്ട്, ഇവിടെ രേവതിക്ക് ഒരു വലിയ ഓർഡർ കിട്ടി, 500 പൂമാലയുടെയാ, ഇതൊന്നും റേഡിയോയ്ക്കകത്ത് കേട്ടില്ലായിരുന്നു എന്ന് ചോദിക്കും. റേഡിയോ കൊടുത്തിരുന്നോ എന്ന് ചോദിക്കും. അതല്ല, ചന്ദ്രമതി എന്ന റേഡിയോ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ ഈ കാര്യമൊക്കെ വിളിച്ച് പറയലല്ലേ എൻ്റെ പണി, എനിക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കും. എന്തായാലും നല്ല കാര്യമാണെന്നൊക്കെ ഉടനെ ഫാമ പറയുന്നുണ്ട്. 500 പൂമാലയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്, അതൊരു സമൂഹ വിവാഹത്തിന് വേണ്ടി കൊടുക്കാനുള്ളതാണെന്നൊക്കെ രവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉടനെ സച്ചി വന്ന് പറയും, ആൻറ്റി എന്നാണേലും ആൻറ്റി നല്ല സഹായ മനസ്കതയുള്ള ആളാണെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ആൻറ്റി വന്ന് ഒന്ന് സഹായിക്കാം ആൻറ്റി എന്നൊക്കെ പറയും. അത് ഞാൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ പറയും, അതെ വാൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട് ഫാമയെ. അന്നേരം ചന്ദ്രമതി മാക്സിമം പറയുന്നുണ്ട്, ഇങ്ങോട്ട് വാ ഫാമ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, വാ എന്നൊക്കെ പറയും. പക്ഷേ ഫാമ അവിടെ വന്നങ്ങ് ഇരിക്കുന്നിട്ട് പറയും, എന്തായാലും ഇവർ വിളിച്ചതല്ലേ, ഞാൻ എന്തായാലും ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെന്ന് പറഞ്ഞ് വന്നങ്ങിരുന്ന് ഇവരുടെ കൂടെ പൂമാലയൊക്കെ കെട്ടുന്നുണ്ട്. അന്നേരത്തേന് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് രേവതിക്കിട്ട്. ഈ സമയത്താണ് വർഷയും ശ്രീകാന്തും അങ്ങോട്ട് കയറി വരുന്നത്. വർഷ വരുന്നതേ അങ്ങ് തുള്ളിച്ചാടും. അയ്യോ, എന്ത് മണമായിരുന്നു, മുറ്റത്ത് വന്നപ്പോൾ തന്നെ ഇപ്പോൾ ഒരു ശ്രീകോവിലിൻ്റെ മണം വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. അന്നേരത്തേന് രവി പറയുന്നുണ്ട്, അതേ മോളെ, രേവതി ഇവിടെ കയറി വന്നതിൽ പിന്നെ ഈ വീട് ഒരു ശ്രീകോവിലായെന്ന്. ഉടനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അതെന്താ അതിനു മുമ്പ് ഈ വീട് പിന്നെ എങ്ങനെയായിരുന്നെന്ന്. അതിനു മുമ്പ് അതൊരു പ്രേതാലയമായിരുന്നു പറയും. അന്നേരത്തേന് ചന്ദ്രമതി അടി കിട്ടിയ പോലെ അങ്ങ് നിൽക്കും, എല്ലാവരും അങ്ങ് ചിരിക്കുകയും ചെയ്യും. ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ വർഷം നീങ്ങി കയറി വാ, നിങ്ങൾ ഇന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വരുമ്പോഴത്തേന് ചന്ദ്രമതി ചായ കൊണ്ട് കൊടുത്തിട്ട് പറയും, നിങ്ങൾ മുറിയിൽ തന്നെ പോയിരുന്നു, താഴെ ഭയങ്കര മണമൊക്കെയാ, കൊള്ളില്ലാത്ത മണമാണെന്നൊക്കെ. ഉടനെ വർഷം പറയും, ആൻറ്റി എന്ത് നല്ല മണമാണ്, എനിക്ക് അവിടെ പോയിരിക്കുന്ന ഇഷ്ടമെന്ന് പറഞ്ഞ് ഉടനെ ചന്ദ്രമതിയുടെ നീ ചായ പോലും മേടിക്കാതെ ഓടി രേവതിയുടെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് രേവതിയോട് പറയും, ചേച്ചി എന്നെയും കൂടെ പഠിപ്പിക്കുന്നൊക്കെ പറയും. ഉടനെ രേവതി അത് പഠിപ്പിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ വർഷ ചെയ്തിട്ട് ഒട്ടും ശരിയാകുന്നില്ല. ഉടനെ വർഷയോട് വഴക്ക് പറയുന്നുണ്ട് സച്ചി, എടാ ശ്രീകാന്ത്, നീ അവളെ വിളിച്ച് മാറ്റി, അല്ലെ പിന്നെ അവൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയും. അന്നേരത്തേന് ഉടനെ എല്ലാവരും പറയുന്നുണ്ട്, ശരിയാ, വർഷ ചെയ്യുന്ന ജോലി അല്ലല്ലോ എന്നൊക്കെ പറയും. ഉടനെ ചെയ്യാത്ത ജോലി ആർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഉടനെ രവി പറയുന്നുണ്ട്, മോളെ നിനക്ക് നന്നായിട്ട് ഡബ് ചെയ്യാൻ അറിയാം, അതുപോലെ തന്നെ നന്നായിട്ട് പൂ കെട്ടാൻ രേവതിക്ക് അറിയാമെന്ന് പറയും. ഉടനെ വർഷ പറയുന്നുണ്ട്, എനിക്ക് മാത്രമല്ല രേവതി ചേച്ചിക്ക് നന്നായിട്ട് ഡബ് ചെയ്യാൻ അറിയാമല്ലോ, ആർക്ക് വേണേലും ഡബ് ചെയ്യാമെന്ന് പറയും. അതെങ്ങനെയാ രേവതിക്ക് അറിയാമെന്ന് പറയും. അത് പിന്നെ ഇന്നാളൊരു ദിവസം ചേച്ചി സ്റ്റുഡിയോയിൽ വന്നപ്പോഴത്തേന് ഞാൻ ഡബ് ചെയ്യിപ്പിക്കാനായിട്ട് കയറ്റിയായിരുന്നല്ലോ, ചേച്ചി നന്നായിട്ട് ഡബ് ചെയ്തെന്ന് പറയും. അന്നേരം ഇവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നുണ്ട്. അന്നേരത്തേന് രേവതി അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കും. അമ്മായിയമ്മയെ നല്ല വർത്താനം പറയുന്ന മരുമകളുടെ ഡയലോഗായിരുന്നു അത്, ചേച്ചി നന്നായിട്ട് ചെയ്തെന്ന് പറയും. വെറുതെ അല്ല, അമ്മായിയമ്മയെ പറയുന്നതുകൊണ്ട് മാത്രമായിരിക്കും അവൾ നന്നായിട്ട് ചെയ്തതെന്നൊക്കെ ഉടനെ കുത്തി പറയുന്നുണ്ട് ചന്ദ്രമതി. അതിനിടെ ഫാമ പറയുന്നുണ്ട്, എന്നെ വിശന്നിട്ട് വയ്യ ചന്ദ്ര, വല്ലതും ഉണ്ടാക്കി വെച്ചായിരുന്നോ, ഞാൻ നീ വിളിച്ച ഉടനെ ഒന്നും കഴിക്കാതെ ഇങ്ങി പോന്നെന്നൊക്കെ പറയും. ഉടനെ സച്ചി പറയും, അത് ശരിയാണല്ലോ, എല്ലാവർക്കും ഉള്ള ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വരുത്താച്ചാ എന്ന് പറയും. എല്ലാവർക്കും പൊറോട്ടയൊക്കെ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെന്തിനാ ഏട്ടാ പുറത്തുനിന്ന് മേടിക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ വേറെ ഫുഡെന്നൊക്കെ ചോദിക്കും. ഉടനെ ചന്ദ്രമതി അതിനെയും വെട്ടി നിർത്താൻ നോക്കുന്നുണ്ട്. വേണ്ട ഇവരെല്ലാവരും കൂടെ പുറത്തുനിന്നൊക്കെ കഴിച്ചോളും, ഇവിടെ ആണെ ആകെ കുറച്ച് അരിയും സാധനങ്ങളൊക്കെ ഇരിപ്പുള്ളൂ, അതെല്ലാം തീർക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ഉടനെ രവി പറയും, ശരിയാ, ഇനിയിപ്പം എന്തായാലും പുറത്തുനിന്ന് മേടിക്കേണ്ടി വരികയല്ലേ, അത് കാരണം നമുക്ക് സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് മേടിപ്പിക്കാം എന്ന് പറഞ്ഞ് രവി സച്ചിയെ നോക്കുന്നുണ്ട്. ഉടനെ സച്ചി പറയും, എന്നാൽ പിന്നെ ഇവിടെ പണിയൊന്നും ഇല്ലാതിരിക്കുന്നവൻ സുധിയല്ലേ, എടാ സുധി നീ പോയി സാധനം എല്ലാം മേടിക്കുക, എടാ ശ്രീകാന്ത് നീ അതിൻ്റെ ലിസ്റ്റ് എല്ലാം കൂടെ അവൻ്റെ ഫോണിലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയും. അന്നേരത്തെ ഞാൻ എന്തിനാ പോകുന്നത്, ഞാൻ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബലം പിടിക്കുന്നുണ്ട് സുധി. അന്നേരത്തേന് ശ്രുതിയും പറയും, വേണ്ട സുധി പോകണ്ട എന്നൊക്കെ പറയും. അതൊന്നും പറ്റത്തില്ല, നീ വന്ന് സാധനം മേടിച്ചോണ്ട് വാടാ, കടയിലോട്ട്
ഇങ്ങോട്ട് ചെന്നാൽ മതി, ഞാൻ ലിസ്റ്റെല്ലാം ഇട്ട് തന്നോളാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നിർബന്ധിച്ച് ശ്രുതിയെ പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം അങ്ങ് അപമാനമായിട്ട് നിൽക്കുകയാണ് ശ്രുതി അങ്ങ്. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേന് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് വെക്കുന്നുണ്ട് ശ്രുതി. അന്നേരം ശ്രീകാന്ത് ചെന്ന് അടുക്കള ചെന്ന് നോക്കിയിട്ട് ഈ സാധനമൊക്കെ അരിയാനായിട്ടൊക്കെ തുടങ്ങുന്ന ഉടനെ സച്ചി അങ്ങോട്ട് വരും. എന്നിട്ട് സച്ചി പറയും, എടാ ഞാൻ വേണമെങ്കിൽ നിനക്ക് ഒന്ന് സഹായിച്ചൊക്കെ തരാം, നീ വല്ല റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങുന്ന സമയത്തേ ഒരു പണിക്കാരൻ വന്നില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വന്ന് എനിക്ക് സഹായിക്കാമല്ലോ എന്നൊക്കെ പറയും. അതെന്തായാലും നല്ലതായിട്ടാ, എല്ലാവരും ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയും. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് വരുന്നത്. അന്നേരത്തേനും ഉടനെ സച്ചി വിളിച്ചിട്ട് പറയും, ശ്രുതിയേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇവനൊരു ഡൗട്ടെന്ന്. ഉടനെ എന്താ ഡൗട്ട്, എന്നെക്കൊണ്ട് ക്ലിയർ ചെയ്യാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയും. എന്നാ പറയും, ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചതേ, ഇവിടെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരാൾ വേണമായിരുന്നു, സബോള അരിയണം, അത് ഇത് വേണമെന്നൊക്കെ പറയും. എന്തായാലും അതിന് എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയും. പറഞ്ഞു തരാനല്ല, മര്യാദയ്ക്ക് നീ ഇത് അരിയാനാണ് പറഞ്ഞത്. ഞാൻ സബോളയൊന്നും അരിയല്ല, എനിക്ക് 7 ഡിഗ്രി ഉള്ളതാണെന്നൊക്കെ പറയും. പിന്നെ കഴിക്കാൻ നേരത്ത് ഈ ഡിഗ്രി ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ, നീ മര്യാദയ്ക്ക് അരിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയും. അന്നേരത്തേന് രവി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ ബഹളമെന്നൊക്കെ ചോദിക്കും. അച്ഛാ ഇവൻ എന്നോട് പറഞ്ഞ് ഇങ്ങനെ സബോളയൊക്കെ അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയെന്ന് പറയും. ഉടനെ സച്ചിയോട് രവി പറയുന്നുണ്ട്, നീ എന്താ ഇവനെ ഭീഷണിപ്പെടുത്താൻ പോയെ, ഇവിടെ തലയിരിക്കുമ്പോൾ വാലാടണ്ട കേട്ടോ, ഞാൻ തീരുമാനിക്കും എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ ശ്രുതിയോട് പറയും, എടാ ഇവർ പറഞ്ഞൊന്നും നീ ശ്രദ്ധിക്കണ്ട, നീ അങ്ങ് സബോള അരിഞ്ഞാൽ മതി എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങ് വെട്ടിലാവുകയാണ്, ഇതേമേ ഞാൻ ഇനി അറിയണോ എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചിരി വരുന്നുണ്ട്. ശ്രീകാന്ത് സച്ചിയും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.